ഇതാണ് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ. സോ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ ദ ബോഡി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? അതിലുള്ളത് ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്, അതുപോലെ ടിഷ്യൂസ് ഉണ്ട്, സെൽസ് ഉണ്ട്, അതുപോലെ ചില ആൻറ്റിബോഡീസ് പോലത്തെ സോല്യുബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ളത്. സോ എന്തൊക്കെയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ളത്? ലിംഫോയിഡ് ഓർഗൻസ്, ടിഷ്യൂസ്, സെൽസ്, സോല്യുബിൾ മോളിക്യൂൾസ് ലൈക്ക് ആൻറ്റിബോഡീസ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ളത്. ഇനി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിന് ഫോറിൻ ബോഡീസിനെ, നമ്മുടേതല്ലാത്ത ഒരു ഫോറിൻ ബോഡീസിനെ, അതായത് നമ്മുടെ ആൻറ്റിജൻസിനെ, അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ ബോഡീസിനെ നമ്മൾ ആൻറ്റിജൻ എന്ന് പറഞ്ഞത്, അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ എഗെയിൻസ്റ്റായിട്ട് ആക്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ബോഡിയിൽ നടന്നു എന്നത് ഓർത്ത് വെക്കുക. അതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മെമ്മറി. സോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു എബിലിറ്റിയാണ് ഈ ഫോറിൻ ബോഡീസ് അഥവാ ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ കറക്റ്റായിട്ട് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യുക, അതിനെ ഓർത്ത് വയ്ക്കുക. സോ ഈ പറഞ്ഞത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വലിയൊരു ഫംഗ്ഷനാണ്. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അലർജിക് റിയാക്ഷൻസിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് റോളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ അലർജി ഉണ്ടാകുന്നത്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വലിയൊരു റോളുണ്ട്. പിന്നീട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, നമ്മൾ പറഞ്ഞു സെൽഫ് നോൺ സെൽഫ്, അത് തിരിച്ചറിയുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്? ടി ലിംഫോസൈറ്റ്സ് വഴിയാണെന്ന്. സോ ഇവിടെയൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വലിയൊരു റോളുണ്ട്. എവിടേക്കാണ്? അലർജിക് റിയാക്ഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഇനി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള രണ്ട് ഭാഗങ്ങളാണ് ലിംഫോയിഡ് ഓർഗൻസ്. സോ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്താണ്? ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസാണ്. ആ ഓർഗൻസിൽ ഒറിജിൻ അഥവാ മെച്ചുറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോലിഫറേഷൻ, ലിംഫോസൈറ്റുകളുടെ ഒറിജിൻ അല്ലെങ്കിൽ മെച്ചുറേഷൻ, അതുപോലെ അത് പ്രോലിഫറേറ്റ് ചെയ്യുക, ഇതൊക്കെ ലിംഫോസൈറ്റുകളിൽ നടക്കുന്ന ഓർഗനെയാണ് നമ്മൾ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുക. സോ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗൻസാണ്. ഏതൊക്കെ ഓർഗൻ? ആ ഓർഗൻസിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ലിംഫോസൈറ്റുകളുടെ ഒറിജിൻ അല്ലെങ്കിൽ മെച്ചുറേഷൻ നടക്കുന്നു, അതുപോലെ ലിംഫോസൈറ്റുകളുടെ പ്രോലിഫറേഷനും നടക്കുന്നു. ഇനി നമ്മുടെ ലിംഫോയിഡ് ഓർഗൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസും ഉണ്ട്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സൈറ്റാണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ലിംഫോസൈറ്റുകൾ, മെച്യൂർഡ് ഫോം ആയിട്ടില്ല, ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ലിംഫോസൈറ്റുകൾ മെച്യൂർ ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. സോ സൈറ്റ്സ് വെയർ ഇമ്മെച്യൂർ ലിംഫോസൈറ്റ്സ് മെച്യൂർ ആൻഡ് acquire their antigen specific reception. ഈ പറഞ്ഞ ലിംഫോസൈറ്റുകൾ, ഇമ്മെച്യൂർ ആയിട്ടുള്ള ലിംഫോസൈറ്റുകൾ മെച്യൂർ ചെയ്യുകയും അതിനുശേഷം അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ലിംഫോസൈറ്റുകളായിട്ട് മാറുകയും ചെയ്യുന്ന സ്ഥലമാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. സോ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ് ലിംഫോസൈറ്റുകൾ മെച്യൂറായി ഏത് ടൈപ്പ് ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, അതിനുള്ള എബിലിറ്റി കൈവരിക്കുന്ന ഒരു സ്ഥലമാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിന് എക്സാമ്പിളാണ് ബോൺ മാരോ, നമ്മുടെ ബോഡിയിലെ ബോൺ മാരോ, അതുപോലെ തന്നെ തൈമസ്. ഇതാണ് നമ്മുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ബോൺ മാരോ, തൈമസ് ആണ് നമ്മുടെ ബോഡിയിലെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ഈ ബോൺ മാരോയിലാണ് നമ്മുടെ ബി ലിംഫോസൈറ്റ്സ്, നമ്മൾ പറയുന്നു ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി തരുന്നത്. സോ ബി ലിംഫോസൈറ്റ്സ് മെച്യൂർ ചെയ്യണത്, അതിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നതാണ് നമ്മുടെ ബോൺ മാരോ. അതുപോലെ ടി ലിംഫോസൈറ്റ്സ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി തരുന്ന ടി ലിംഫോസൈറ്റ്സ് മെച്യൂർ ചെയ്യുന്ന നമ്മുടെ ബോഡിയിലെ സ്ഥലമാണ് തൈമസ്. സോ ബോൺ മാരോയും തൈമസാണ് നമ്മുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസായ ബോൺ മാരോ ആൻഡ് തൈമസിൽ വെച്ചിട്ട് ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും എന്ത് ചെയ്യുന്നു? മെച്യൂർ ചെയ്ത് അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി നേടിയെടുക്കുന്നു. അങ്ങനെ ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ മൈഗ്രേറ്റ് ചെയ്ത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് പോകുന്നു. ഏതിലൂടെ? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെ ഈ പറഞ്ഞ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ നിന്ന് ഈ മെച്യൂർഡ് ആയിട്ടുള്ള ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് എവിടെ പോകുന്നു? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് പോകുന്നു.